ഹായ് ഓൾ KTU S2 മാത്സ് GMAT 201 മോഡ്യൂൾ 1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് A equal to 1, -1, 2, 3, 1, 4, 5, -1, 8. ഈ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്മളിത് റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് ഗോസ് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് എടുത്തെഴുതാം. മെട്രിക്സ് എ എന്നത് 1, -1, 2, 3, 1, 4, 5, -1, 8. ഈ മെട്രിക്സിനെ നമ്മൾ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ അപ്പർ ട്രയാങ്കിൾ മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റോ ഓപ്പറേഷൻസ് നമുക്ക് കൊടുക്കാം. അതിൽ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആയിരിക്കണം. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 തന്നെയാണ്. അപ്പോൾ താഴത്തോട്ടുള്ള വാല്യൂസ് നമുക്ക് 0 ആക്കി മാറ്റണം. 3നെയും 5നെയും നമുക്ക് ഇവിടെ 0 ആക്കി മാറ്റണം. അതിന് കൊടുക്കേണ്ട ഓപ്പറേഷൻസ്, സെക്കൻഡ് റോ R2 implies R2 - 3R1. ഓൾസോ 5നെ നമുക്ക് 0 ആക്കണം. സോ R3 implies R3 - 5R1. ഈ രണ്ട് ഓപ്പറേഷൻസ് കൊടുക്കുക. ഈ രണ്ട് ഓപ്പറേഷൻസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റോസ് എന്ന് പറയുന്നത്, ഈ രണ്ട് ഓപ്പറേഷൻസ് കൊടുത്തു കഴിയുമ്പോൾ മെട്രിക്സ് 1, -1, 2 ഫസ്റ്റ് റോ അങ്ങനെ തന്നെ. സെക്കൻഡ് റോയിൽ ഇവിടെ 0 ആവും. ഇവിടെ 1ന് എന്ത് മാറ്റാ വരിക? 1 - 3 - 1 ദാറ്റ് ഈസ് 4 എന്ന് വരും. ദെൻ 4 - 3 × 2 ദാറ്റ് ഈസ് 4 - 6 ദാറ്റ് ഈസ് -2. ദെൻ തേർഡ് റോയിൽ ആ 5 എന്നത് 0 ആയി മാറും. ദെൻ -1 - 5 × -1 സോ -1 + 5 വരും ദാറ്റ് ഈസ് 4. നെക്സ്റ്റ് വാല്യൂ 8ന് എന്ത് മാറ്റാ വരിക? 8 - 5 2s are 10. 8 - 10 is -2. സോ പുതിയ മെട്രിക്സ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആയി, അതിനെ താഴത്തോട്ടുള്ള വാല്യൂസ് നമ്മൾ 0 ആക്കി മാറ്റി. അപ്പോൾ മെയിൻ ഡയഗണൽ എലമെന്റ്സിന്റെ താഴെയുള്ള പോർഷൻ മുഴുവൻ 0 ആക്കി മാറ്റുക. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യണത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ അതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് എന്നാണ്. അപ്പൊ എക്കലോൺ ഫോമിലേക്ക് മൊത്തം കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ, ഇവിടുത്തെ ഫസ്റ്റ് റോ ഒഴികെ ബാക്കി രണ്ട് റോ ശ്രദ്ധിക്കുക. 0, 4, -2, 0, 4, -2 ഒരേ റോ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് അല്ലെ? ഒരേ റോ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിരുന്നാൽ അതിൽ നിന്ന് നമ്മളൊരു റോ ഓപ്പറേഷൻ കൊടുത്താൽ നമുക്ക് ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് 0 ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ നമുക്ക് രണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസേ ഇതിനകത്തുണ്ടാവും. അപ്പൊ രണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്കിന്റെ ഡെഫിനിഷൻ തന്നെ നമ്മൾ പഠിച്ച എങ്ങനെയായിരുന്നു? നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ ദ റോ എക്കലോൺ ഫോം എന്നാണ് നമ്മൾ പഠിച്ചത്. അല്ലെങ്കിൽ റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം എത്ര നോൺ സീറോ റോസ് പ്രസന്റ് ആണ്, ആ റോസിന്റെ എണ്ണത്തിനാണ് നമ്മൾ റാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൊരു റോ ഓപ്പറേഷൻ കൂടെ കൊടുത്താൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് 0 ആയിട്ട് മാറും. ഓക്കെ, അതായത് ഇപ്പൊ രണ്ട് റോ ഒരേപോലെ വന്നപ്പോൾ ഞാൻ ഒരു ഓപ്പറേഷൻ കൊടുക്കുവാണ് R3ക്ക് ഒരു കൺവേർഷൻ കൊടുക്കുവാണ്. R3 implies R3 - R2. R3 - R2 എന്നുള്ള ഒരു ഓപ്പറേഷൻ കൊടുത്താൽ ഫസ്റ്റ് രണ്ട് റോസ് അങ്ങനെ തന്നെ എഴുതി. 1 - 1, 2, 0, 4, -2 ഇങ്ങനെ എഴുതി. സോ R3 എന്ന് പറഞ്ഞത് R3 - R2 ആണ്. സോ സബ്ട്രാക്ട് ചെയ്ത് എഴുതിയാൽ 0 - 0, 0, 4 - 4, 0, then -2 - -2 that is -2 + 2 വരും, that is 0. അപ്പൊ തേർഡ് റോ കംപ്ലീറ്റ് ആയിട്ട് 0 ആയിട്ട് മാറും. ഓക്കെ, ഇനി ഇതിനകത്ത് എത്ര നോൺ സീറോ റോസ് പ്രസന്റ് ആണ്? 2 നോൺ സീറോ റോസ് പ്രസന്റ് ആണ്. ഓക്കെ, ഇവിടെ ഇപ്പൊ 2 ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. റാങ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്പർ ഓഫ് നോൺ സീറോ റോസ് പ്രസന്റ് ഇൻ ദ റോ എക്കലോൺ ഫോം. ഇത് നമുക്കിപ്പോൾ റോ എക്കലോൺ ഫോമിലേക്കാണ്. റോ എക്കലോൺ ഫോമിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്, അതിന് താഴത്തോട്ടുള്ള വാല്യൂസ് 0 ആയി. സെക്കൻഡ് റോയിൽ ഒരു ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് കിട്ടി, അതിനെ 1 ആക്കണം നിർബന്ധമില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇതിനെ ഇപ്പൊ 1 ആക്കി മാറ്റണമെന്നൊന്നും നിർബന്ധമില്ല. ഇപ്പൊ ഒരു നോൺ സീറോ വാല്യൂ നമുക്ക് ഇവിടെ വന്നാൽ മതി, അതിന് താഴത്തോട്ടുള്ള വാല്യൂസ് 0 ആക്കി മാറ്റിയാൽ മതി. ഓക്കെ, അപ്പോൾ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നില്ല. അപ്പൊ ഇതിന് നമുക്ക് റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 2 നോൺ സീറോ റോസ് ഇവിടെ പ്രസന്റ് ആണ്, അതായത് 2 ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ഇവിടെ പ്രസന്റ് ആണ്. അതുകൊണ്ട് ഈ മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് റാങ്ക് ഈക്വൽ ടു നമ്പർ ഓഫ് നോൺ സീറോ റോസ് പ്രസന്റ് ഇൻ റോ എക്കലോൺ ഫോം.
റോ എക്കലോൺ ഫോമിൽ പ്രസന്റ് ആയിട്ടുള്ള എത്ര നോൺ സീറോ റോസ് ഉണ്ട് അതിന്റെ എണ്ണത്തിനാണ് റാങ്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇവിടെ എത്ര ഉണ്ട്? 2 നോൺ സീറോ റോസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. സോ റാങ്ക് ഈക്വൽ ടു 2. നമ്മുടെ ക്വസ്റ്റ്യനിലെ മെട്രിക്സ് എയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലെ ആൻസർ എന്താണ്? റാങ്ക് ഈക്വൽ ടു 2 ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് ദ സിസ്റ്റം യൂസിങ് ഗോസ് എലിമിനേഷൻ മെത്തേഡ്. നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 6, 2x പ്ലസ് 3y പ്ലസ് ഇസഡ് ഈക്വൽ ടു 10, ദെൻ എക്സ് പ്ലസ് 2y പ്ലസ് 3z ഈക്വൽ ടു 13. ഇതാണ് നമ്മുടെ സിസ്റ്റം. ഇത് നമുക്ക് ഗോസ് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യണം. സോ നമുക്കൊരു സിസ്റ്റം തന്നാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്നും മെട്രിക്സ് എ എഴുതണം അല്ലെ. മെട്രിക്സ് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് വൈ ഇസഡ് അതിൻ്റെ എല്ലാം കോഎഫിഷ്യൻസിനെ ഓരോന്നായിട്ട് എടുത്തെഴുതാം. ഫസ്റ്റ് ഇക്വേഷൻ നോക്കുക. അതിൽ 1 1 1 അല്ലെ. എക്സിന്റെയും വൈൻ്റെയും ഇസഡിന്റെയും കോഎഫിഷ്യന്റ് 1 ആണ്. സോ അതിന്റെ കോഎഫിഷ്യൻസിനെ മാത്രം എടുത്തെഴുതാം. നമുക്ക് ആദ്യം കോളം വൈസ് എഴുതാം. എക്സിന്റെ ഓരോ ഇക്വേഷനിലും എക്സിന്റെ കോഎഫിഷ്യൻസ് നോക്കുക. ഇവിടുത്തെ ആദ്യത്തെ ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 1, രണ്ടാമത്തെ ഇക്വേഷൻ എക്സിന്റെ കോഎഫിഷ്യന്റ് 2, തേർഡ് ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 1, ദെൻ ഫസ്റ്റ് ഇക്വേഷനിലെ വൈയുടെ കോഎഫിഷ്യന്റ് 1, ദെൻ ഇവിടെ 3, ഇവിടെ 2. അടുത്തതിൽ ഇസഡിന്റെ കോഎഫിഷ്യന്റ് 1, ഇവിടെ ഇസഡിന്റെ കോഎഫിഷ്യന്റ് 1, ഇവിടെ ഇസഡിന്റെ കോഎഫിഷ്യന്റ് 3. ഇതാണ് നമ്മുടെ മെട്രിക്സ് എ എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അൺനോൺ വാല്യൂസിന്റെ കോളം മെട്രിക്സ് ആണ്. അതായത് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വേരിയബിൾസ് എക്സ് വൈ ഇസഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ അതിനെ കോളം മെട്രിക്സ് ആയിട്ട് എഴുതാം, എക്സ് വൈ ഇസഡ്. ഇനി ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സിസ്റ്റം എ എക്സ് ഈക്വൽ ടു ബി ആണ് അല്ലെ. ബി എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ആ കോൺസ്റ്റന്റ് വാല്യൂസ് അതിനെ കോളം വൈസ് എഴുതാം. 6, 10, 13. ഇതാണ് ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത്. സോ എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്നതാണ് നമ്മുടെ സിസ്റ്റം അല്ലെ. എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നിരിക്കുന്ന സിസ്റ്റത്തെ നമ്മൾ ഓരോ മെട്രിക്സ് ഫോർമാറ്റിലേക്ക് എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഓഗ്മെന്റഡ് മെട്രിക്സ് ഇതിൽ നിന്ന് ഫോം ചെയ്തെടുക്കും അല്ലെ. ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ എന്നുള്ള മെട്രിക്സിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ബി അറ്റാച്ച് ചെയ്തെഴുതാം. ദാറ്റ് ഈസ് എ ഓഗ്മെന്റഡ് ബി. എ ഓഗ്മെന്റഡ് ബി എന്ന് പറഞ്ഞാൽ എ എന്നുള്ള മെട്രിക്സ് നിങ്ങൾ എഴുതുക 1 1 1 2 3 1 1 2 3. ശരിയല്ലേ? 1 1 1 2 3 1 1 2 3. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡിൽ ബി എഴുതുക. ബി എന്ന് പറഞ്ഞാൽ 6 10 13. 6 10 13. സോ ഈ മെട്രിക്സ് ആണ് എ ഓഗ്മെന്റഡ് ബി. ജസ്റ്റ് എ എന്നുള്ള മെട്രിക്സിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ബി എ ചേർത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതിനെ അപ്പർ ട്രയാങ്കിൾ മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റോ ഓപ്പറേഷൻസ് കൊടുക്കാം. ഫസ്റ്റ് റോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് ഈ 1ന് താഴത്തോട്ടുള്ള വാല്യൂസ് നമുക്ക് 0 ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ആദ്യം 2നെ നമുക്ക് 0 ആക്കി മാറ്റണം. സോ കൊടുക്കുന്ന ഓപ്പറേഷൻ R2 ഇംപ്ലൈസ് R2 മൈനസ് 2R1. അതുപോലെ 1നെ നമുക്ക് 0 ആക്കി മാറ്റണം. സോ അതിന് കൊടുക്കുന്ന ഓപ്പറേഷൻ R3 ഇംപ്ലൈസ് R3 മൈനസ് R1. ഓക്കെ, R1 വെച്ചിട്ടാണ് നമ്മളിവിടെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് റോ അങ്ങനെ തന്നെ 1 1 1 6. സെക്കൻഡ് റോയ്ക്ക് എന്തൊക്കെ മാറ്റാൻ വരിക? 2 എന്നത് 0 ആയിട്ട് മാറും. 3 എന്ന് പറയുമ്പോൾ 3 മൈനസ് ഇവിടെ ഓപ്പറേഷൻ കൊടുക്കുമ്പോൾ ഇവിടെ ഓപ്പറേഷൻ കൊടുത്താൽ 3 മൈനസ് 2 ഈസ് 1, ദെൻ 1 മൈനസ് 2 ഈസ് -1, ദെൻ 10 മൈനസ് 12 ഈസ് -2. ഓക്കെ, നൗ തേർഡ് റോ എന്ന് പറയുന്നത് R3 മൈനസ് R1 ആണ്. സോ 1 മൈനസ് 1 ഈസ് 0, 2 മൈനസ് 1 ഈസ് 1, 3 മൈനസ് 1 ഈസ് 2, ദെൻ 13 മൈനസ് 6 ഈസ് 7. അപ്പോൾ പുതിയ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് 1, അതിന് താഴത്തോട്ടുള്ള വാല്യൂസ് 0 ആയി. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് നമുക്ക് കിട്ടി. ഇനി അതിനെ താഴത്തോട്ടുള്ള വാല്യൂ 0 ആക്കി മാറ്റണം. കാരണം നമ്മൾ ചെയ്യുന്നത് എന്താ? ഡയഗണൽ എലമെന്റ്സിന് താഴെയുള്ള പോർഷൻസ് 0 ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് അപ്പർ ട്രയാങ്കിൾ മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് 1 ആക്കണം എന്നൊന്നും നിർബന്ധമില്ല. അതിന് താഴെയുള്ള വാല്യൂസ് നമുക്ക് 0 ആയിട്ട് കിട്ടിയാൽ മതി. അപ്പൊ ഇവിടെ 1 ആണ്, അതിന് താഴെയുള്ള വാല്യൂ നമുക്ക് 0 ആക്കി മാറ്റണം. അപ്പൊ ഈ 1നെ നമുക്ക് എന്താക്കണം? 0 ആക്കി മാറ്റണം. ഈ 1നെ 0 ആക്കി മാറ്റാൻ വേണ്ടി ഓപ്പറേഷൻ കൊടുക്കുക. എന്ത് ഓപ്പറേഷനാണ് കൊടുക്കുക? 1നെ 0 ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് R3 ഇംപ്ലൈസ് R3 മൈനസ് R2 ചെയ്യാം. R2 വെച്ചിട്ട് വേണം ഓപ്പറേറ്റ് ചെയ്യാൻ. ഓക്കെ, ദെൻ ഫസ്റ്റ് 2 റോസ് അങ്ങനെ തന്നെ വരും. 1 1 1 6 0 1 -1 -2. ദെൻ തേർഡ് റോ എങ്ങനെ മാറ്റം വരും നോക്കി. R3 മൈനസ് R2 ചെയ്തത്. സോ 0 മൈനസ് 0 0, 1 മൈനസ് 1 0, 2 മൈനസ് -1 that is 3, 7 മൈനസ് -2 that is 7 പ്ലസ് 2 എന്ന് വരും 9 വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടീഷൻസ് ഓക്കെ അല്ലേ.
ഓക്കെ, ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആയി, അതിന് താഴത്തോട്ടുള്ള വാല്യൂസ് 0 ആയി. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് കിട്ടി, അതിന് താഴത്തോട്ടുള്ള വാല്യൂ നമ്മൾ 0 ആക്കി. തേർഡ് റോയിൽ നമുക്കൊരു ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഈ മെട്രിക്സിനെ ഒരു അപ്പർ ട്രയാങ്കിൾ മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് ഡയഗണൽ എലമെന്റ്സിന് താഴെയുള്ള പോർഷൻസ് എല്ലാം നമുക്ക് 0 ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ഓക്കെ, അപ്പൊ ഇതിപ്പോ 0 ആയിട്ട് മാറിയിട്ടുണ്ട്. ഡയഗണൽ എലമെന്റ്സിന് നേരെ താഴെയുള്ള പോർഷൻസ് എല്ലാം 0 ആക്കി മാറ്റിയിട്ടുണ്ട്. അതായത് അപ്പർ ട്രയാങ്കിൾ മെട്രിക്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഏത് മെത്തേഡ് യൂസ് ചെയ്യണം? ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇനി പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. സോ യൂസിങ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്? നമ്മൾ ഇത് എക്സ് വാല്യൂസ് എഴുതാൻ, ഇത് വൈ വാല്യൂസ് എഴുതാൻ, ഇത് ഇസഡ് വാല്യൂസ് എഴുതാൻ, ഇത് ക്യാപിറ്റൽ ബി അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂസ് എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ നമുക്കിത് 3 ഇക്വേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും. ഏറ്റവും ലാസ്റ്റത്തെ ഇക്വേഷൻ നോക്കാം. എക്സിന്റെ കോളം ഇവിടെ 0 ആണ്, വൈയുടെ കോളം ഇവിടെ 0 ആണ്, ഇസഡിന്റെ കോളത്തിൽ മാത്രമാണ് എന്തുള്ളൂ, വാല്യൂ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബിയുടെ വാല്യൂ ഇവിടെ 9 ആണ്. അപ്പോൾ 3z ഈക്വൽ ടു 9 നമുക്ക് എഴുതാം. ഫ്രം ദ ലാസ്റ്റ് റോയിൽ നമുക്ക് ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതിയാൽ 3z ഈക്വൽ ടു 9 എഴുതാം അല്ലെ. ഇസഡിന്റെ കോളത്തിലാണ് നമുക്ക് 3 എന്നുള്ള വാല്യൂ. സോ അതിന്റെ വേരിയബിളും കൂടെ ചേർത്തിട്ട് എഴുതാം. 3z ഈക്വൽ ടു, ഇത് റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതാം. അപ്പൊ 3z ഈക്വൽ ടു 9. 3z ഈക്വൽ ടു 9. സോ അത് ഫസ്റ്റ് ഇക്വേഷൻ ആയി. ഓരോ ഇക്വേഷൻസ് ഫോം ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. രണ്ടാമത്തെ ഇക്വേഷൻ നോക്കാം. ഇവിടെ എക്സിന്റെ കോളത്തിന് അവിടെ 0 ആണ്. അപ്പോൾ വൈയുടെ കോളം എന്ന് പറഞ്ഞാൽ 1 അവിടെ, ഇസഡിൻ്റെത് -1 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതേണ്ടത് -2 ആണ്. സോ ഇക്വേഷൻ ആയിട്ട് എഴുതിയാൽ 1 ഇൻറ്റു വൈ, ദാറ്റ് ഈസ് വൈ, ദെൻ ഇവിടെ ഇസഡ് ഇൻറ്റു -1 എന്നുള്ള ഫോമിൽ എടുക്കാം. അപ്പോൾ വൈ മൈനസ് ഇസഡ് ഈക്വൽ ടു -2. വൈ മൈനസ് ഇസഡ് ഈക്വൽ ടു -2. രണ്ടാമത്തെ ഇക്വേഷൻ വൈ മൈനസ് ഇസഡ് ഈക്വൽ ടു -2. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി തേർഡ് റോ നോക്കാം. അതായത് ഇവിടുത്തെ ഫസ്റ്റ് റോ നോക്കിയിട്ട് നമുക്ക് ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാം. എക്സിനും വൈക്കും ഇസഡിനും എന്താണ് വാല്യൂസ് ഇവിടെ 1 1 വീതമാണ് വന്നേക്കുന്നത്. സോ നമുക്ക് എങ്ങനെ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാം? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 6. ഓക്കെ, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 6. സോ മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഈ 3 ഇക്വേഷനും കൂടെ സോൾവ് ചെയ്താൽ നമ്മുടെ എക്സ് വൈ ഇസഡ് വാല്യൂസ് നമുക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷൻ നോക്കാം. ഫസ്റ്റത്തെ ഇക്വേഷനിൽ നിന്ന് 3z ഈക്വൽ ടു 9 ആണ്. ദാറ്റ് ഈസ് ഇസഡ് ഈക്വൽ ടു 9 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 3. ഇസഡ് വാല്യൂ നമുക്ക് 3 കിട്ടി. ഇനി ഇസഡ് വാല്യൂ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y മൈനസ് 3 ഈക്വൽ ടു -2 എന്നാണ്. അതായത് y ഈക്വൽ ടു -2. ഈ നെഗറ്റീവ് 3 റൈറ്റിലേക്ക് പോകുമ്പോൾ +3 ആവും. -2 + 3 is 1. സോ വൈയുടെ വാല്യൂ നമുക്ക് 1 എന്ന് കിട്ടി. ദെൻ ഈ രണ്ട് വാല്യൂ, അതായത് വൈയുടെ വാല്യൂം ഇസഡിന്റെ വാല്യൂം തേർഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈയുടെ വാല്യൂ 1 പ്ലസ് ഇസഡിന്റെ വാല്യൂ 3. അത് രണ്ടും കൂടെ കൊടുത്താൽ എക്സ് ഈസ് ഈക്വൽ ടു 6 മൈനസ് 3 + 1 is 4. റൈറ്റിലേക്ക് പോയാൽ അത് -4 ആവും. ദാറ്റ് ഈസ് 6 - 4 is 2. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 2. നമ്മുടെ സൊല്യൂഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? എക്സ് ഈക്വൽ ടു 2, y ഈക്വൽ ടു 1 ആൻഡ് ഇസഡ് ഈക്വൽ ടു 3. അപ്പോൾ ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊല്യൂഷൻ എങ്ങനെയാണ്? 2 1 3. ഈ ഒരു വെക്ടർ ആയിരിക്കും അതിന്റെ സൊല്യൂഷൻ സെറ്റിൽ വരിക. ഓക്കെ, എക്സ് ഈക്വൽ ടു 2, y ഈക്വൽ ടു 1 ആൻഡ് ഇസഡ് ഈക്വൽ ടു 3 ആയിരിക്കും നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ, ഈ രീതിയിൽ ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു ഇങ്ങനെ കോളം വൈസ് എഴുതാം. കോളം വെക്ടർ ആയിട്ട് എഴുതുക. 2 1 3 ഇതാണ് നമ്മുടെ സൊല്യൂഷൻ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷനും യൂസ് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നത്. എക്സ് വൈ ഇസഡ് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന രീതി. ഓക്കെ, മനസ്സിലായല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആൻഡ് ഡിസ്കസ് ദ കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനുള്ള ടൈപ്പ് പ്രോബ്ലംസ്. അത് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനുള്ളത്. ഒരു സൊല്യൂഷൻ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നമുക്ക് തരും, അതിനെ സോൾവ് ചെയ്യുക, എന്നിട്ട് അത് കൺസിസ്റ്റന്റ് ആണോ, അതിലെ സൊല്യൂഷൻസ് എങ്ങനെയായിരിക്കും, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണോ അതോ യൂണിക് സൊല്യൂഷൻ ആണോ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 3 ആണ് ഫസ്റ്റ് ഇക്വേഷൻ. 2x പ്ലസ് 2y പ്ലസ് 2z ഈക്വൽ ടു 6 സെക്കൻഡ് ഇക്വേഷൻ. എക്സ് പ്ലസ് വൈ പ്ലസ് കെ ഇസഡ് ഈക്വൽ ടു 3. ഇതാണ് നമ്മുടെ സിസ്റ്റം. ഇതിനെ നമുക്ക് സോൾവ് ചെയ്തിട്ട് ഇതിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. സോ ഇതിനെ നമ്മുടെ സിസ്റ്റത്തെ ആദ്യം മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇതിനെ മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ ക്യാപിറ്റൽ എ ഈക്വൽ ടു എക്സ് വൈ സെഡിന്റെ കോഎഫിഷ്യൻസിനെ നേരെ എടുത്തെഴുതുക.
ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എക്സിന്റെ വൈയുടെ ഇസിന്റെ കോഎഫിഷ്യൻസ് എഴുതുക 1 1 1. സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് എക്സ് വൈസിന്റെ കോഎഫിഷ്യൻസ് എഴുതുക 2 2 2. തേർഡ് ഇക്വേഷനിൽ നിന്ന് എക്സ് വൈസിന്റെ കോഎഫിഷ്യൻ എഴുതിയാൽ 1 1. ഇവിടെ ഇസഡിന്റെ കോഎഫിഷ്യൻ എന്ന് പറഞ്ഞാൽ കെ ആണ്. സോ കെ എഴുതാം. ഓക്കെ, ഇതാണ് മെട്രിക്സ് എ എന്ന് പറയുന്നത്. നമുക്ക് ഇതിൽ നിന്ന് ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതണം. മുമ്പത്തെ പോലെ തന്നെ ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിലെ വാല്യൂസ് 3 6 3. ഇവിടെ ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെഡ്. ആദ്യം നമുക്ക് ഓഗ്മെന്റഡ് മെട്രിക്സ് ഫോം ചെയ്യണം. അതായത് എ എന്നുള്ള മെട്രിക്സിൽ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ബി എ അറ്റാച്ച് ചെയ്ത് എഴുതാം. അതാണ് മെട്രിക്സ് ഫോർമാറ്റ്. ദെൻ എ ഓഗ്മെന്റഡ് ബി. എ ഓഗ്മെന്റഡ് ബി എന്ന് പറഞ്ഞാൽ എ എന്നുള്ള മെട്രിക്സ് 1 1 1 2 2 2 1 1 k 1 1 1 2 2 2 1 1 k. ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് ബി അറ്റാച്ച് ചെയ്ത ബി എന്ന് പറഞ്ഞാൽ 3 6 3 ആയിരുന്നു. 3 6 3. ഇതിന് റോ ഓപ്പറേഷൻസ് കൊടുത്തിട്ട് വാല്യൂസ് നോക്കാം. റോ ഓപ്പറേഷൻസ് കൊടുക്കുക. റോ ഓപ്പറേഷൻസ് കൊടുത്തിട്ട് ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് 1 ആണ്. അതിന് താഴത്തോട്ടുള്ള വാല്യൂസ് 0 ആക്കി മാറ്റണം. സോ അതിനെന്താ ഓപ്പറേഷൻ കൊടുക്കണം? R2 ഇംപ്ലൈസ് R2 മൈനസ് 2R1 അല്ലെ? ഈ 2നെ നമുക്ക് 0 ആക്കണം, ഈ 1നെ നമുക്ക് 0 ആക്കി മാറ്റണം. അപ്പോൾ R3 ഇംപ്ലൈസ് R3 മൈനസ് R1. ഈ രണ്ട് ഓപ്പറേഷൻസ് കൊടുത്താൽ നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത് 1 1 1 3. സെക്കൻഡ് റോയിൽ എങ്ങനെ വരും? 2 2 2 6 എന്ന് പറയുന്നത് R2 മൈനസ് 2R1 ആണ്. സോ 2 മൈനസ് 2 ദാറ്റ് ഈസ് 0. എല്ലാം 2 ആണ്, അതുകൊണ്ട് ഇവിടെ എല്ലാം 0 വരും. ദെൻ 6 എന്നുള്ളത് എന്താവും? 6 മൈനസ് 2 ഇൻറ്റു 3. അവിടെ എന്ത് തന്നെ വരും? 0 തന്നെ വരും. അപ്പോൾ സെക്കൻഡ് റോ ഫുൾ എന്തായി? 0 ആയി മാറി. തേർഡ് റോ നോക്കാം. R3 മൈനസ് R1. 1 മൈനസ് 1 ഈസ് 0. 1 മൈനസ് 1 ഈസ് 0. ദെൻ കെ മൈനസ് 1 എന്ന് വരും അല്ലേ? R3 മൈനസ് R1 ആണ് പറഞ്ഞത്. അപ്പോൾ കെ മൈനസ് 1. ഇവിടെ 3 മൈനസ് 3 ഈസ് 0. ഓക്കെ, അപ്പോൾ ഇതാണ് പുതിയ മെട്രിക്സ്. ഇത് എക്കലോൺ ഫോമിലേക്ക് ആയോ നോക്കി. ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1, അതിന് താഴത്തോട്ടുള്ള വാല്യൂസ് 0. സെക്കൻഡ് റോ ഫുള്ള് 0 ആയിട്ട് മാറി. തേർഡ് റോയിൽ ഇവിടെ ഒരു നോൺ സീറോ എലമെന്റ് ആണോ അല്ലയോ നമുക്കറിയില്ല അല്ലെ? കെ മൈനസ് 1 എന്നുള്ളൊരു വാല്യൂ വന്നിരിക്കണം. അപ്പോൾ ഈ കെ മൈനസ് 1 എന്നുള്ളത് രണ്ട് രീതിയിൽ വരാം. ഒന്നുകിൽ കെ മൈനസ് 1 എന്താവാം? 0 ആവാം, അല്ലെങ്കിൽ കെ മൈനസ് 1 0 ആവാതിരിക്കാം. അപ്പൊ ഈ രണ്ട് രീതിയിലാണ് നമുക്ക് റാങ്കിന്റെ ബേസിസിലാണ് കൺസിസ്റ്റൻസി നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് മൊത്തം ഇത്രയും ഭാഗം നമ്മൾ എ എന്നുള്ള മെട്രിക്സ് ആണ്. ഇതോടെ ചേർത്തെടുക്കുമ്പോഴാണ് ബി എന്നുള്ള മെട്രിക്സ് വരിക. എ ഓഗ്മെന്റഡ് ബി എന്ന് പറയും. അപ്പൊ റാങ്ക് ഓഫ് എ എന്തായിരിക്കും? റാങ്ക് ഓഫ് എ എന്തായിരിക്കും? റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി എന്തായിരിക്കും? റാങ്ക് ഓഫ് എ നോക്കാം. റാങ്ക് ഓഫ് എ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു മെട്രിക്സ്, ഈ ഒരു പോർഷൻ, ഇത്രയൊരു പോർഷൻ എടുക്കുന്നതിൽ എത്ര നോൺ സീറോ റോസ്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്ന് നോക്കാം. ഇതൊരു 0 റോ ആയിപ്പോയി. ഇതൊരു നോൺ സീറോ റോ ആണ്. ഇത് കെ മൈനസ് 1 എന്നത് 0 ആണെങ്കിൽ ഇത് 0 റോ ആയിപ്പോയി അല്ലെ? അപ്പോ ഇത് 0 അല്ലെങ്കിലും, ഇത് 0 അല്ലെങ്കിൽ ഇതൊരു നോൺ സീറോ റോ ആയിട്ട് വരും അല്ലെ? അപ്പൊ കെ മൈനസ് 1 എന്നത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, ഓക്കെ, കെ മൈനസ് 1 എന്നത് 0 അല്ല എങ്കിൽ നമുക്ക് രണ്ട് നോൺ സീറോ റോസ് ഇവിടെ കിട്ടും. ഓക്കെ, കെ മൈനസ് 1 എന്നത് 0 അല്ല എങ്കിൽ, ഒരു നോൺ സീറോ വാല്യൂ ആണെങ്കിൽ നമുക്ക് ഇതൊരു നോൺ സീറോ റോ ആവും. ഇവിടെ ഒരു നോൺ സീറോ റോ വന്നിട്ടുണ്ട്. അപ്പൊ ഈ മെട്രിക്സിന്റെ റാങ്ക് എന്നത് നമുക്ക് എന്തായിട്ട് കിട്ടും? 2 ആയിരിക്കും. അതുപോലെ കെ മൈനസ് 1 എന്നത് 0 അല്ല എങ്കിൽ റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതൊരു നോൺ സീറോ റോ ആണ്, ഇതൊരു 0 റോ ആയി, ഇവിടെ ഒരു നോൺ സീറോ റോ കിട്ടി. ഇതിന്റെ റാങ്ക് എന്ത് തന്നെ കിട്ടും? 2 തന്നെ വരും. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും എന്ത് തന്നെ കിട്ടും? 2 തന്നെ കിട്ടും. ഓക്കെ, ഇനി കെ മൈനസ് 1 എന്നത് 0 ആണെങ്കിലോ? കെ മൈനസ് 1 0 ആണെങ്കിൽ, ഇഫ് കെ മൈനസ് 1 ഈക്വൽ ടു 0, രണ്ടാമത്തെ കേസിൽ നോക്കാം. കെ മൈനസ് 1 0 ആണെങ്കിൽ ഫസ്റ്റ് റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്ത് വരും? റാങ്ക് ഓഫ് എ എന്നത് ഇത്രയും പോർഷൻ നോക്കാം. ഇതില് ഫസ്റ്റ് നോൺ സീറോ റോ കിട്ടി, ഫസ്റ്റ് നോൺ സീറോ റോ കിട്ടി, ഇതൊരു നോൺ സീറോ റോ. ഇത്രയും പോർഷൻ എടുത്താൽ ഇതൊരു നോൺ സീറോ റോ കിട്ടും. ഇവിടെ 0 റോ ആണ്. ദെൻ ഇവിടെ നോക്കാം, 0 0. കെ മൈനസ് 1 0 ആണെങ്കിൽ ഇവിടെ ഒരു 0 റോ കിട്ടും അല്ലെ? അപ്പോൾ നമുക്ക് ആകെ ഒരു നോൺ സീറോ റോ മാത്രമേ വരുള്ളൂ. അതായത് റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 വരും. അപ്പൊ ഇവിടെ രണ്ടും 0 ആയി പോയി കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എ എന്നത് 1 ആയിട്ട് കിട്ടും.
അതുപോലെ റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി ആണെങ്കിലോ, k-1ന്റെ വാല്യൂ 0 ആണെങ്കിൽ റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി എന്ന് പറഞ്ഞാലും എന്ത് തന്നെ വരുള്ളൂ, ഒരു നോൺ സീറോ റോ ഇവിടെ വന്നു, ഇത് രണ്ടും എന്തായിപ്പോയി, 0 ആയിപ്പോയി. സോ എ ഓഗ്മെന്റഡ് ബിയുടെ റാങ്കും എന്ത് തന്നെ വരുള്ളൂ, 1 വരുള്ളൂ. അപ്പോ k-1 ഈക്വൽ ടു 0 ആയാൽ രണ്ട് മെട്രിക്സിന്റെയും, അതായത് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും രണ്ടും സെയിം തന്നെ വരും. k-1 നോട്ട് ഈക്വൽ ടു 0 ആയാലും എന്ത് തന്നെ വരിക, റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും സെയിം തന്നെ വരും. അപ്പോൾ ഏത് കേസിലും കെയുടെ വാല്യൂ ഏത് വാല്യൂ കൊടുത്താലും നമ്മുടെ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്, അതായത് ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, സിസ്റ്റം കൺസിസ്റ്റന്റ് ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് ഫോർ ഓൾ k. എല്ലാ k വാല്യൂസിനും സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറയാം. ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. അപ്പൊ കൺസിസ്റ്റന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്, ഏതൊരു k വാല്യൂസിനും സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്, അതുപോലെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, പ്രോബ്ലം മനസ്സിലായല്ലോ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പൊ രണ്ട് കേസിലും, അതായത് k-1 ഈക്വൽ ടു 0 ആവുന്ന കേസിലും k-1 ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള ഒരു കേസ് എടുത്താലും രണ്ടിലും എയുടെയും എ ഓഗ്മെന്റഡ് ബിയുടെയും റാങ്ക്സ് നമുക്ക് സെയിം ആയിട്ട് തന്നെ വരിക. അതായത് സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ് ഏതൊരു k വാല്യൂസിനും. സോ ഇറ്റ് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഓക്കെ, ഈ രീതിയിലാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ സിസ്റ്റം വിത്ത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഒരു സിസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, വിത്ത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വരുന്ന രീതിയിൽ ഒരു സിസ്റ്റം, അതായത് ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് നിങ്ങൾ എഴുതണം. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ എഴുതാൻ പറ്റും? 3 മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ സിസ്റ്റം വിത്ത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് വരണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് ഇക്വേഷൻ, അതായത് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വരണമെങ്കിൽ ഇക്വേഷൻസ് ഏത് ഫോർമാറ്റിൽ വരണം? ഇക്വേഷൻസ് ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിരിക്കണം, അല്ലെ? ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിട്ടിരുന്നാൽ അതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണ്. അതായത് എപ്പോഴാണ് ലീനിയർലി ഡിപ്പെൻഡന്റ് ആവുന്നത്? ഒരു ഇക്വേഷൻ അതിന്റെ വേറൊരു ഇക്വേഷനായിട്ട് ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെന്ന് പറയുന്നത് എപ്പോഴും ഒന്ന് മറ്റേതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുമ്പോൾ, അല്ലെ? അപ്പൊ രണ്ട് ഇക്വേഷൻസും തമ്മിൽ റിലേഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് മറ്റേതിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുവാണെങ്കിൽ, വി ക്യാൻ സേ ദ സിസ്റ്റം ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 ഇങ്ങനെ ഒരു ഇക്വേഷൻ ഞാൻ എടുക്കുവാണെങ്കിൽ, ഞാൻ ഈ ഇക്വേഷന് മൊത്തത്തിൽ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇപ്പൊ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇക്വേഷനെ മൊത്തം. 2x പ്ലസ് 2y4, അല്ലെ? ഈ ഫസ്റ്റത്തെ ഇക്വേഷനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. ഇതിന്റെ മൾട്ടിപ്പിൾ ആണ്. ഇതുപോലെ ഏത് മൾട്ടിപ്പിൾ എടുത്താലും ഇതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും. സോ ഇത് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2, 2x പ്ലസ് 2y ഈക്വൽ ടു 4. ഈ ഒരു സിസ്റ്റത്തിന് നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആയിരിക്കും. നിങ്ങൾ എങ്ങനെ എഴുതണം? റീസൺ എങ്ങനെ എഴുതാം? സിൻസ് ദ സെക്കൻഡ് ഇക്വേഷൻ ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് first, we can find infinitely many solution. We can find infinitely many solutions for this system. Okay, മനസ്സിലായല്ലോ. ഇതുപോലെ ഏത് മൾട്ടിപ്പിൾ എടുത്താലും, ഇപ്പൊ 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ല, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഒരു ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷന് മൾട്ടിപ്പിൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം അതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. 100% ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് റാങ്കിന്റെ പ്രോബ്ലംസ്, ഗോസ് എലിമിനേഷൻ മെത്തേഡ്, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ളത്, അതിൽ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ലോങ് ആൻസർ സെക്ഷനിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതിൽ യുണീക് സൊല്യൂഷൻ ആണോ, അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണോ, അല്ലെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണോ എന്നുള്ള രീതിയിലൊക്കെ ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ ഗോസ് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, ഡയറക്റ്റ് പ്രോബ്ലംസ് ചോദിക്കാം. അതുപോലെ റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത്
റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.